അക്ക ഓറഞ്ച് എന്താ വില? 120 രൂപ. എന്നാ രണ്ടിലെടുത്തോളിട്ടോ. രണ്ടിലോ മതിയോ? ആ 2 കിലോ മതി. കറക്റ്റ് 240 ഉണ്ട്. കാൽപ്പറ്റ 50 റുപ്യ ഉള്ളൂ. എന്നെ 80 ഉള്ളൂ. പിന്നെ കാൽപ്പറ്റ 50 ഉണ്ടോ? എന്നാ പിന്നെ കാക്ക പൈസ എന്താണ് മോനെ? എന്നാ ഓറഞ്ച് നമ്മളെ കച്ചവടം മുടക്കാനുള്ള പരിപാടി. നിങ്ങൾ എന്നാ കൽപ്പറ്റ കോഴിക്കോട് പോയി വാങ്ങിക്കോളി. ഇതാ നിങ്ങളെ പൈസ. കൽപ്പറ്റ കുറവല്ലേ, വില കുറവല്ലേ, ഭയങ്കര. ഞാൻ അവിടെ സ്ഥിരമായിട്ട് വാങ്ങുന്നതല്ലേ, നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നേ? എന്താണ് ഇക്ക നിങ്ങൾ കാണിക്കുന്നത്? അതൊക്കെ മുന്തിരിക്ക് എത്ര? 250. എന്നാ 1 കിലോ എടുക്കോ? എന്നാ കുറച്ച് ഓറഞ്ച് എടുക്കട്ടെ. ഓറഞ്ച് വേണ്ട, മുന്തിരി മാത്രം മതി. ഓറഞ്ച് നാളെ വാങ്ങാം. ഇതെന്താ ഒരു കവറിൽ ഓറഞ്ച് അറച്ചിട്ട് അത് വിങ്ങി പോയില്ല കവറിൽ അങ്ങനെ കെട്ടിച്ചാല്? ഇതൊരാൾ വാങ്ങിയിട്ട് തിരിച്ചു തന്നതാ. തിരിച്ചു തരിക? ആ. എന്തിന്? വില കൂടുതലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്നാ കെട്ടുന്ന വരെ അവനക്ക് ഓർമ്മയില്ലല്ലോ. അവനോട് പറഞ്ഞാണ്, അവൻ പറഞ്ഞു കൽപ്പറ്റ വാങ്ങാൻ. ആരാണ്? ഇവനാണ് ആള്. അത് നിങ്ങൾ വാങ്ങാതെ വെച്ചു വന്നേ സാധനം. ഇവിടെ ഭയങ്കര വിലയാണ്. ഇയാള് പറഞ്ഞു ഇവിടെ ഭയങ്കര വില. ഇങ്ങനെ വില കൂടുതലാന്ന് പറയാൻ പാടുണ്ടോ അവരോട്? ആൾക്കാർ വന്ന് വാങ്ങി പോണല്ലേ സാധനങ്ങളൊക്കെ. വില കൂടുതലായതുകൊണ്ടല്ലോ പറഞ്ഞത്, അല്ലാണ്ട് പറയോ? അത് നിങ്ങൾ ഏത് കടയിൽ നിന്നാ വാങ്ങണം? ആ ചേട്ടൻ വല്ല മോശപ്പെട്ട സാധനം കടയിൽ തരുന്നത്. അയ്യാ മുന്തിരിന്ന് കൈയെടുത്ത് ഓലെങ്ങനെയും കച്ചവടം ചെയ്തോട്ടെ. അപ്പൊ നമ്മൾ മുടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ വാങ്ങിയാ പോരെ. അല്ലെങ്കിൽ നിങ്ങൾ കൽപ്പറ്റ പോയി വാങ്ങിക്കോളി. മൂപ്പര് പറഞ്ഞാൽ തന്നെ നേരത്തെ വാങ്ങിയ ഓറഞ്ച് കിട്ടരുത്. പിന്നെ മേലൊക്കെ വില കൂടുതല. അവിടുത്തെ സാധനം സുഖല്ല. ഒന്നൊരു എന്താ പറയാ, ഒരു സുഖല്ല. ഓറഞ്ച് സെക്കൻഡ് ഒക്കെ ആയിരിക്കും. നമ്മളെ ഓറഞ്ച് പിന്നെ ഫസ്റ്റ് ഓറഞ്ചാ. ഫസ്റ്റ് ഓറഞ്ച് നല്ല വില ഉണ്ടാവും. അതാണ് വ്യത്യാസം, വേറെ ഒന്നല്ല. എന്നാ പിന്നെ 2 എടുത്തോളി. ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കോ. ഇപ്പൊ കണ്ടില്ല ചേട്ടാ? ഇപ്പൊ കണ്ടില്ലേ? ഓന് ആ സാധനം അതാ മൂപ്പിന് നേരത്തെ വാങ്ങിയിട്ട് അവിടെ വില കൂടുതൽ അറിഞ്ഞാണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ അത് ഏത് ക്വാളിറ്റികൾ, പല ക്വാളിറ്റികൾ ഉണ്ടല്ലോ ഈ സാധനങ്ങൾ. അപ്പൊ നമ്മൾ അത് കണ്ടിട്ട് വിലയിരുത്താൻ പാടില്ല. കൽപ്പറ്റ അത്ര ഉള്ളൂ, ഇവിടെ എത്ര ഉള്ളൂ. കൽപ്പറ്റ ഉള്ളത് ചിലപ്പോൾ ഇത്ര ഫിനിഷിംഗ് ഉള്ള സാധനം ആയിരിക്കില്ല. ചിലപ്പം കൽപ്പറ്റ ഇതിനെക്കാട്ടും നല്ല സാധനം കിട്ടും. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ മൂപ്പര് കച്ചവടം മുടക്കിയാൽ ഇവിടെ വന്നിട്ട് വളരെ മോശം. നിങ്ങൾ ഏത് നാട്ടിൽ നിങ്ങൾ? കൽപ്പറ്റ. നമ്മൾ അവിടെ പോയി വാങ്ങിക്കോളി, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിപ്പോയി മൂപ്പര് എങ്ങനെ ജീവിച്ചു പോട്ടെ. എന്തേലും ഒന്ന് വാങ്ങി പോവാന്നല്ലാതെ നിങ്ങൾ പിന്നെ ഇവിടെ കച്ചവടം മുടക്കാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങളൊന്ന് വാങ്ങിപ്പോയിക്കോളി. നമ്മളിപ്പോ നിങ്ങളെ ഇടങ്ങാറാക്കുന്നത്, നിങ്ങൾ 50 റുപ്യ ഓറഞ്ച് അരി. ഓറഞ്ച് കൊടുക്കും. എന്തെങ്കിലും കച്ചവടം നടക്കട്ടെ. വെറുതെ ഓരോ കടയിൽ വന്ന് ഉടക്കിയിട്ട് കാര്യമില്ല. വാങ്ങിയോണ്ട് പറഞ്ഞ ഓര് ജീവിച്ചു പോകണ്ടേ. നിങ്ങൾ ഈ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഏതായാലും നിങ്ങൾ വാങ്ങിയാൽ നന്നായി, വാങ്ങിക്കോളി. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, ഇവര് കുട്ടികളെ പോറ്റാൻ തന്നെയാണ്. നമ്മളിത് പൈസ ഉണ്ടാകുമ്പോ കുടുംബത്തിന് ഒന്നായിട്ട് പിന്നെ വലിയ വലിയ മാളുകൾക്കും ഇതിലൊക്കെ പോയിട്ട് സാധനം വാങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ചെറിയ എന്തെങ്കിലും ആവശ്യത്തിന് വലിയ കല്യാണ കാര്യങ്ങൾ എന്തെങ്കിലും പ്ലേറ്റും ഗ്ലാസ്സിന് മാത്രമേ നമ്മൾ ഇങ്ങോട്ട് അതേമാതിരി 1/2 കിലോ നാരങ്ങക്കും മുന്തിരിക്കും ഓടി എന്നൊരു കാര്യമില്ല. നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഓരും കഴിച്ചിലാവുള്ളൂ. അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിയാലേ നമ്മളെ നാട്ടിലേക്ക് കച്ചവടം കിട്ടുള്ളൂ. ഇവിടെ പൊതുവേ ഒരു പറച്ചിലുണ്ട്, വൈദ്യുതി റിസോർട്ടുകൾ കൂടുതലുള്ള ഏരിയയാണ്. ഇവിടെ ഭയങ്കര വിലയെന്ന് വെറുതെ പറഞ്ഞിട്ട് പൈസ ഉണ്ടാകുമ്പോൾ ഒരൊറ്റ പോക്കാ കൽപ്പറ്റക്ക് അവിടെ പോകുന്നത്. കൽപ്പറ്റ പോയി വാങ്ങണ്ടെന്നല്ല, നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ കടക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതാക്കി കഴിഞ്ഞാൽ നമ്മളെ നാട്, നമ്മൾ പണിയെടുക്കണേ നമ്മളെ നാട്ടില് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഓൽക്കൊരു ഇതല്ലേ. നാട്ടുകാരെ നമ്മൾ വന്ന് വാങ്ങണ്ടേ ഇവിടുന്ന്? എന്നാലും നമ്മളെ കുടുംബം പോറ്റാൻ പറ്റുള്ളൂ നമുക്ക്. ഇവിടെ ഉള്ളവർ വാങ്ങാനോ പുറത്തുള്ള ആരും ഒന്ന് വാങ്ങാനോ സാധനങ്ങൾ. അപ്പൊ നിങ്ങൾ തന്നെ വാങ്ങിയാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പൈസ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൽപ്പറ്റ പോകും, എല്ലാവരും സാധനം വാങ്ങി അവിടെ നിന്ന് വരും. ആരും പറയും വൈത്തിരി വില കൂടുതലാണ്, വൈത്തിരി വില കൂടുതലാണ് എന്നാൽ വെറുതെ പറയാം. കൽപ്പറ്റക്കാട്ടേക്ക് വില കുറവ് വൈത്തിരിയാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാല് വൈത്തിരിയിൽ പൊതുവെ ഒരു സംസാര വിഷയമുണ്ട്. വൈത്തിരിയിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണെന്നും ഇവിടെ റിസോർട്ടുകളും ഗസ്റ്റുകളൊക്കെ കൂടുതലുണ്ട്, ഗസ്റ്റുകളുടെ അടുത്ത് മുതലാക്കുന്ന ഒരു പൈസയാണ്. അങ്ങനെ ഒരു സംസാര വിഷയം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ മുസ്താഖിനെ പോലുള്ള ആളുകളുടെ അടുത്ത് നമുക്ക്, എനിക്ക് വൈത്തിരി എന്ന് വന്നിട്ട് ഒരു 50 റുപ്യയുടെ സാധനം വാങ്ങാം, പക്ഷെ എനിക്ക് കൽപ്പറ്റയിലെ വലിയ മാളുകളിലൊന്നും പോയി വാങ്ങാൻ കഴിയില്ല. അപ്പൊ നമുക്ക് നമ്മളെ നാട്ടിൽ തന്നെ വാങ്ങാനുള്ള പരമാവധി ശ്രമിക്കുക എല്ലാവരും. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ എല്ലാവരും നമ്മൾ എന്ത് സാധനം വാങ്ങാണ്ടെങ്കിലും പുറമെ പോയി വാങ്ങാതെ നമ്മളെ നാട്ടുകാരെ തന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ നാട്ടിൽ തന്നെ വാങ്ങി, മറ്റുള്ള പൈസ ഉണ്ടാകുമ്പോൾ പുറമെ പോവുക, പൈസ ഇല്ലാത്തപ്പോൾ നമ്മളെ നാട്ടിലേക്ക് വരിക, അതൊരു പ്രവണത ഉണ്ടായത്. പൊതുവേ പിന്നെ റിസോർട്ടൊക്കെ ഉണ്ട്, അത് ആകാശ് പറഞ്ഞ മാതിരി വില കൂടുതലാന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ ചില സാധനത്തിനൊക്കെ വില ഉണ്ടാവും. അത് നമ്മൾ പുറമെ തന്നെ പോയി വാങ്ങിയിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ നാടിനെ സപ്പോർട്ട് ചെയ്യുക, പ്രത്യേകിച്ച് വൈത്തിരിനെ സപ്പോർട്ട് ചെയ്യുക.
പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.